ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകരച്ചൊവ്വ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വെളുപ്പിനെ ഉണർന്ന് വീട്ടിൽ കോലമൊക്കെ വരച്ച് 1-ാം തീയതി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാനും രമേശേട്ടനും കൂടി ഇന്ന് എത്തിയിരിക്കുന്നത് അണ്ണല്ലൂർ ആനപ്പാറ ശ്രീ മണലി ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. രമേശേട്ടൻ്റെ തറവാട് വീടിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അങ്ങനെയും കൂടി നമുക്ക് തട്ടകത്തെ ക്ഷേത്രം എന്ന നിലയ്ക്കും കൂടി ഒരു ബന്ധമുണ്ട് കേട്ടോ. ഇവിടെ ഈ ക്ഷേത്രമുറ്റത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മനസ്സിന് വളരെ ഒരു സമാധാനവും ശാന്തിയും ഒക്കെ കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ചെറിയൊരു കാവുണ്ട്. അതുപോലെ തന്നെ ഉപദേവതകൾ അനേകം ഉണ്ട് കേട്ടോ. ദണ്ഡമുത്തപ്പൻ, നാഗരാജാവ്, നാഗരാജ്ഞി, സർപ്പങ്ങൾ, അങ്ങനെ നിരവധി ഉപദേവതകൾ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ തന്നെ നമുക്കിതൊക്കെ തൊഴുത് നമുക്ക് വളരെ ഒരു ഐശ്വര്യദായകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് പ്രദാനം ചെയ്യുക കേട്ടോ. ഈ ഭാഗത്തു കൂടിയൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതിയോട് നമ്മൾ കൂടുതൽ അടുത്ത് നിൽക്കുന്ന പോലത്തെ ആ ഒരു സാമീപ്യമൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. ഇനി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്ന സ്ഥലത്തായിട്ട് മണലി ഭഗവതിയുടെ ഫോട്ടോയും തൊട്ട് താഴെ ബനിയനും ഷർട്ടും എല്ലാം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാം എന്നുള്ള ഒരു ബോർഡും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നൂതനമായിട്ടുള്ള ആശയങ്ങളെല്ലാം മണലി ഭഗവതി ക്ഷേത്രത്തിൽ കമ്മിറ്റി അംഗങ്ങൾ ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഐശ്വര്യദായകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ വന്ന് നിന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ക്ഷേത്രത്തിനകത്ത് കയറി മണലി ഭഗവതിയെ മനസ്സുകൊണ്ട് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ശുഭകരമായിട്ട് ഞങ്ങളുടെ 1-ാം തീയതി തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ വന്നും കഴിഞ്ഞ് നെൽപ്പറ വയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മണലി മുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന തട്ടകത്തെ അമ്മയാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ക്ഷേത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് തന്നെ ഇതിന് ചുറ്റുമുള്ള ഈ നാട്ടുകാരും അവരുടെ വീടുകളും എല്ലാം പുരോഗമിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഉത്സവത്തിന് വരുമ്പോൾ ഞാനിതൊക്കെ ശ്രദ്ധാപൂർവം വീക്ഷിക്കാറുണ്ട്. അല്ലെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്, ഏതൊരു നാടായാലും അവിടെ ക്ഷേത്രം ഉയർന്നു വരാണ്. അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഉയർന്നു വരുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെ ജീവിതവും എല്ലാം വളരെ പുരോഗമന അവസ്ഥയിലേക്ക് എത്തും. ഞാൻ പായമൽ ക്ഷേത്രത്തിനടുത്താണ് എൻ്റെ സ്വന്തം വീട്. ആ നാട്ടുകാരുടെയും അനുഭവം പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മണലി ഭഗവതി ക്ഷേത്രത്തിൽ ഇപ്പോൾ അന്നപൂർണേശ്വരി അന്നദാന മണ്ഡപം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഐശ്വര്യം ഈ നാട്ടിനാകെ എന്തായാലും ഈ ഭഗവതി കൊടുക്കുന്നുണ്ട്. അന്നദാന മണ്ഡപത്തിൽ നിന്ന് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ചായയൊക്കെ കഴിച്ച് നമ്മൾ വളരെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയത്. പിന്നെ നമ്മൾ വൈകിട്ടാണ് വീണ്ടും ക്ഷേത്രത്തിൽ പോകുന്നത്. നമുക്ക് ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പകൽ മുഴുവൻ അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ വൈകിട്ട് രമേശേട്ടൻ ഓഫീസ് വിട്ട് വന്നപ്പോൾ ഒരു 6 മണിയോട് കൂടിയിട്ട് നമ്മൾ വേഗം കുളിച്ച് ശുദ്ധിയൊക്കെ ആയി നമ്മൾ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാണ് കേട്ടോ. അഷ്ടമിച്ചിറയ്ക്ക് അടുത്താണ് ആനപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആനപ്പാറയിലേക്ക് തിരിയുന്ന റോഡ് എത്തിയപ്പോഴേക്കും റോഡിൽ നിറയെ കാവടിയും അതുപോലെ ഗരുഡ രൂപങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വല്ലാത്തൊരു ട്രാഫിക്കായിരുന്നു. 5-10 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷമാണ് വണ്ടിയൊക്കെ കടത്തി വിട്ടത് കേട്ടോ. അപ്പോൾ ഗംഭീര ആഘോഷമാണ് മകരച്ചൊവ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വൈകിട്ട് ഈ ഒരു 5:30 ആകുന്ന ടൈമിലാണ് തുടങ്ങുക. എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. എല്ലാം അവിടെ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും. ഈ ചേച്ചി ഉണ്ടല്ലോ മാതൃസമിതി അംഗമാണ് കേട്ടോ. എന്നെ കണ്ടപ്പോൾ തന്നെ ക്ഷേത്ര ഭാരവാഹികളെ എല്ലാവരെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ പ്രസിഡൻറ്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റും മാതൃസമിതി അംഗങ്ങളുമായിരുന്നു നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ഗംഭീരമേളാണ് നടക്കുന്നത്. ഗംഭീരമേളം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കേട്ടങ്ങോട്ട് നിന്നാൽ നമ്മളങ്ങനെ മുഴുകി അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ദീപാരാധന സമയം വരെയാണ് ഈ മേള ഉണ്ടായി
ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിരവധി ക്ഷേത്ര ചടങ്ങുകളും ഇതിനോടനുബന്ധിച്ചുണ്ട്. ഇതൊക്കെ ഒപ്പം തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അതായത് മേളം നടക്കുന്നുണ്ട് ഒരു വശത്ത് കാളകളി നടക്കുന്നുണ്ട്, പിന്നെ മുടിയാട്ടമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വശത്ത് ആ മേളക്കാരും അതുപോലെ തന്നെ മറുവശത്താണെങ്കിൽ ഇതാ ദേവിയുടെ പാട്ടോട് കൂടിയിട്ടുള്ള കളികളും അതുപോലെ ആ ഭക്തിയിലങ്ങോട്ട് അലിഞ്ഞു ചേർന്നിട്ടാണ് മുടിയാട്ടം ഇവിടെ ആൾക്കാർ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണാനും കേൾക്കാനും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളും അറിയാതെ ഇങ്ങനെ എന്താ പറയുക, ഭക്തിയിലങ്ങോട്ട് അലിഞ്ഞു പോകും. ഓരോ മനുഷ്യരും ഇവിടെ ഇങ്ങനെ വന്നും കഴിഞ്ഞ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ കണ്ണ് ചിമ്മാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കോമരങ്ങളാണെങ്കിൽ ഒരാളല്ല, ഒരുപാട് കോമരങ്ങൾ ഇങ്ങനെ തുള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ശരിക്കും ഒരു കാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ത്രിസന്ധ്യ സമയമാണ്. ഒരു വശത്ത് മേളവും ഒരു വശത്ത് കൊട്ടും പാട്ടും മുടിയാട്ടവും പിന്നെ ഈ കോമരങ്ങളുടെ അലറിത്തുള്ളലും എല്ലാം കൊണ്ടും നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ ഈ ഭക്തിയിൽ അങ്ങോട്ട് മുഴുകി അങ്ങോട്ട് വരുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈലുമായിട്ട് ഇങ്ങനെ ഈ തിക്കിലും തിരക്കിലും ഓടി നടന്ന് എല്ലാ കാഴ്ചകളും ഒരു 10 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മൊബൈലൊക്കെ ബാഗിനുള്ളിലാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ മുഴുകി നിൽക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. പിന്നെ എനിക്ക് ഇവിടെ എവിടെയും ഓടി നടന്ന് വീഡിയോ പിടിക്കാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം തോന്നും കേട്ടോ. കാരണം നമ്മുടെ പരിചയക്കാരും നമ്മുടെ നാട്ടുകാരും എല്ലാവരുമാണ് ഇവിടെ. പിന്നെയാണെങ്കിൽ രമേശേൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും നമ്മളെ അറിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിലും തിക്കി തിരക്കി നടക്കാനായിട്ടും നമുക്ക് കഴിയും. പിന്നെ അത് മാത്രമല്ല, മണലിമുത്തിയുടെ ഒരു അനുഗ്രഹം കൂടിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുറ്റത്തെത്തുമ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്നത് 6 മണി കഴിയുമ്പോഴേക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്ക് കാണാൻ പറ്റില്ല എൻ്റെ ഭഗവതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വണ്ടിയിലിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നല്ല. ഞാൻ വന്നതിന് ശേഷം കുറേ സമയം മതിവരുവോളം ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് ദീപാരാധന സമയമായത്. അതുകൊണ്ട് തന്നെ അതും മണലി ഭഗവതിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സമയം മക്കളെ ഞാൻ വേഗം വീഡിയോ കോൾ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തുട്ടോ. അപ്പോൾ അവർ തൊഴുതുകൊണ്ടാണ് കേട്ടോ ഈ മണലിയിലെ ഈ കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പോൾ നമ്മൾ വളർത്തുന്ന രീതിക്കാണ് നമ്മുടെ മക്കളും വളർന്നു വരിക അല്ലേ. അപ്പോൾ എത്ര മോഡേൺ യുഗമാണെന്ന് പറഞ്ഞാലും നമ്മൾ പ്രാർത്ഥനയും അതുപോലെ തന്നെ ചിട്ടയും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ ലണ്ടനിലായാലും ജർമ്മനിയിലായാലും അവിടെ ഇരുന്നായാലും ഈ വീഡിയോ കോളിലൂടെ കാണുമ്പോൾ അവർ വളരെ ഭക്തിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ. പിന്നെ ഇതിന് ശേഷം ഇനി ദീപാരാധന സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ചുറ്റുവിളക്ക് എല്ലാവരും കൂടിയും കഴിഞ്ഞ് ഇങ്ങനെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ ദീപപ്രഭയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത് പോലെയാണ് ഈ ക്ഷേത്രം തോന്നുക കേട്ടോ. അപ്പോൾ മേളക്കാരൊക്കെ ഒരു പ്രദക്ഷിണം വെച്ചും കഴിഞ്ഞിട്ടാണ് വീണ്ടും നടയിലെത്തിയും കഴിഞ്ഞ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അവർ കൊട്ടിയും കഴിഞ്ഞ് ഇങ്ങനെ വരാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ മുൻപത്തെ വീഡിയോകളിലൊക്കെ ഞാൻ ഈ കൊട്ടും സൗണ്ടൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് യൂട്യൂബ് വഴി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കൊട്ടിനും ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നിട്ട് അത് ലഭിക്കാതെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ സൗണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അരോചകമായിട്ട് തോന്നും, ഇത്ര നല്ല മേള ഉണ്ടായിട്ടും സ്വപ്നയുടെ സംസാരമാണല്ലോ ഇതിൻ്റെ ഇടയിൽ കേൾക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു എന്ന് മാത്രം എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഭഗവതിയെ പട്ടുകൊടയിൽ പിടിച്ചുകൊണ്ട് പട്ടുകൊടയ്ക്ക് താഴെ പിടിച്ചുകൊണ്ട് വീണ്ടും നടക്കിലെത്തിയിരിക്കുകയാണ്. ഇനി കോമരങ്ങളുടെ ഒരു അവസാനത്തെ തുള്ളലും കൂടിയാണ് കേട്ടോ ഈ സമയത്ത് നടക്കുക. അപ്പോൾ ഈ സമയത്ത് ഭക്തർ വന്ന് നിൽക്കുമ്പോൾ അവരെ കുറിയൊക്കെ തൊടിയിച്ചും കഴിഞ്ഞ് അവരുദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നടന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പ്രവചിച്ചു കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഭക്തർ ആണെങ്കിൽ അത് ദേവിയാണ് പറയുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ അതെല്ലാം കേൾക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു എന്നും അങ്ങനെ പറയുന്നുണ്ട് തിരിച്ചു കോമരത്തിനോട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാണ് കേട്ടോ. എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അല്ലേ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ചിലർ വിചാരിക്കും അതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ വിചാരിക്കും. നമുക്ക് ഏതൊരു പ്രതിസന്ധി വന്നാലും തളർന്നു പോകാതിരിക്കാനായിട്ട് ഒരു ശക്തി കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലാണ് മനുഷ്യ ജീവിതത്തിന് ഒരു സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ജാതി ആയിക്കോട്ടെ
മതമായിക്കോട്ടെ എന്തായിക്കോട്ടെ എന്തെങ്കിലും ഒരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റുകൾ ചെയ്യാതെ എല്ലാവർക്കും സമാധാനം തരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ളൊരു ത്വര നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ മക്കളാണെങ്കിൽ ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പരാജയങ്ങളൊക്കെ ആദ്യം വന്നിരിക്കാം. അപ്പോൾ അവരുടെ മനസ്സ് തളരാതെ വീണ്ടും പ്രയത്നിച്ച് അത് നേടാനായിട്ടുള്ളൊരു ശക്തിക്ക് വേണ്ടിയിട്ട്, ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി, മനോബലത്തിന് വേണ്ടിയിട്ട്, മനസാന്നിധ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം ഈ ഭക്തി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തലമുറകളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന ഇതും അതുപോലെ തന്നെ മക്കൾ വളർന്നു വരുമ്പോൾ നമുക്ക് പിടികിട്ടാതെ പല മാതാപിതാക്കളും അങ്ങനെ അവരുടെ പിടിയിൽ നിന്ന് മക്കൾ പോയിട്ടുള്ള ആ വിഷമത്തിലും കാര്യത്തിലും നിൽക്കുന്നുണ്ട്. അവർ തെറ്റുകളൊക്കെ ചെയ്യുന്നത് കണ്ട് വിഷമിക്കുന്ന കുറേ മാതാപിതാക്കളൊക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്കായാലും അവർ ചെറുപ്പം മുതലേ കുട്ടികളെ ഭക്തിയിലേക്കൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ കാണാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം എനിക്ക് ഉടൻ തന്നെ ഇതിൻ്റെ ശിക്ഷ കിട്ടും എന്നുള്ളൊരു വിചാരം അവരുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളർന്ന് മുതിർന്ന് വരുമ്പോഴും അവർക്കെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ആ ഒരു ചിന്ത വരും. അതുകൊണ്ട് തന്നെ ഭക്തിയോട് കൂടിയിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചോ, നിങ്ങളുടെ ജീവിതം വളരെ പുരോഗതിയിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ദീപാരാധനയും കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഗംഭീര വെടിക്കെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൂട്ടുകാരും ബന്ധുക്കളെയൊക്കെ കാണുന്നത്. ഇത് മിനിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബന്ധു കൂടെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇനി എല്ലാവരും കണ്ട് സംസാരിക്കുക. ഇത് ശ്രുതി, ബിനോജ്, അവരെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കണ്ടത് കേട്ടോ. അതുപോലെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് വീണ്ടും അവരെ കണ്ടപ്പോൾ സംസാരിച്ചതാണ്. അതുപോലെ തന്നെ ഈ മാതൃസമിതി അംഗങ്ങളുടെ പ്രവർത്തനം മൂലമൊക്കെയാണ് കേട്ടോ. വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് സന്തോഷമായി. ഇനി നമുക്ക് കലാപരിപാടികളാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ ഇവരുടെ കലാപരിപാടികൾ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ വളരെ നല്ല ഡാൻസാണ് കേട്ടോ. കുഞ്ഞു മക്കളെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവർ 2ാം ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ. ഞാനിങ്ങനെ സൂം ചെയ്തിട്ടാണ് വലുതായിട്ട് തോന്നുന്നത്. ശരിക്കും സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞായിട്ടാണ് അവരെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഗംഭീരമായിരുന്നു അവരുടെ പ്രകടനങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ട ഗരുഡ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ആനപ്പാറ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്താൽ ഒരുപാട് ടൈം കഴിഞ്ഞിട്ട് ഇതൊക്കെ എത്തുള്ളൂ സെൻറ്ററിലേക്ക്. അതുകൊണ്ട് തന്നെ അന്നദാന മണ്ഡപത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണവും നമ്മൾ കഴിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്കിതൊക്കെ കണ്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഗംഭീര സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും കഴിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഗരുഡ നൃത്തത്തിന് വേണ്ടിയിട്ടുള്ള ഗരുഡന്മാരാണ്. നമ്മളുടെ അടുത്തു കൂടെ പോകുമ്പോൾ അവരിതാ പലതരത്തിൽ പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ടൈം തുടങ്ങിയിട്ട് വെളുപ്പിന് 1:30 വരെ ഇതുപോലെ ഓരോ സെറ്റുകളുടെ പ്രകടനങ്ങൾ കണ്ടുകൊണ്ട് കണ്ണ് ചിമ്മാതെ നമ്മൾ ഈ മകരച്ചൊവ്വ എന്ന് പറയുന്ന ആ ഒരു രാത്രി കഴിച്ചുകൂട്ടാണ് ചെയ്യുക കേട്ടോ. എന്താ പറയുക, വളരെ സന്തോഷത്താലും ആർമാദത്താലും നമ്മുടെ മനസ്സിങ്ങനെ നിറയും. നമുക്കൊന്ന് കണ്ണ് ചിമ്മാൻ പോലും തോന്നില്ല. എത്ര ടൈം നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയമൊക്കെ ആയെങ്കിലും നമ്മുടെ കണ്ണുകൾ അടയ്ക്കാനൊന്നും നമുക്ക് തോന്നില്ല. അത്രമാത്രം ജനങ്ങളും അതുപോലുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ വടക്കുമുറി സെറ്റ്, അതുപോലെ കുണ്ടായി സെറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സെറ്റുകളൊക്കെയാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ ഓരോന്നും ആനപ്പാറ സെൻറ്ററിലൂടെയാണ് മണലി ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഇത് അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ വെയിറ്റ് ചെയ്ത് ആനപ്പാറ സെൻറ്ററിൽ ഇങ്ങനെ കാത്തു നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അഘോരി നൃത്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നോട്ടീസൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഹിന്ദി ഭക്തിഗാനം ഇട്ടുകൊണ്ടായിരുന്നു ഇവരുടെ ആ ഒരു ഡാൻസ് കേട്ടോ. ഈ വലിയ രൂപത്തിൽ നമ്മൾ അടിമുടി നോക്കിയിട്ട് എൻ്റെ കഴുത്ത് വേദനിച്ചു. നല്ല ഹൈറ്റുള്ള ആളാണ് ഞാനെങ്കിലും എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മുകൾ ഭാഗമാണ് കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആ കാൽപാദം കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാരെ വകഞ്ഞു മാറ്റിയിട്ടാണ് കേട്ടോ കാൽപാദമൊക്കെ കണ്ടുപിടിച്ചത്. അത്ര വലിയ കാൽപാദം തുടങ്ങിയിട്ട് വലിയ രൂപമായിരുന്നു. ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇതും ഭക്തിയുടെ ഒരു
മാർഗത്തിലേക്കാണ് നമ്മളെ നയിക്കുന്ന ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. അത് കൂടാതെ അതിൽ ഫയറും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി എത്തുമ്പോൾ ആ ഫയർ ഡാൻസും കൂടിയായിട്ടുള്ള ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിലും അതെ, ഈ മണലി ഭഗവതി ക്ഷേത്രത്തിലായിരിക്കും ആദ്യം ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ച എന്ന് പറയുന്ന തരത്തിലുള്ള ഐറ്റങ്ങളൊക്കെ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും അതെ, നമ്മളെ ഞെട്ടിക്കാൻ വലിയ രൂപങ്ങൾ സുരാജിൻ്റെയും മറ്റുമൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ എറണാകുളത്തും മറ്റുമൊക്കെ പോയപ്പോൾ കണ്ടെങ്കിലും എനിക്കൊരു പുതുമ തോന്നിയില്ല. കാരണം ഞാനിത് മണലി ഭഗവതി ക്ഷേത്രത്തിൽ കണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ഒരു നൃത്തമൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കൺകുളിർക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമ്മൾ ജീവിതത്തിൽ മറക്കില്ല അല്ലേ. അപ്പോൾ ഇനി ഇത് വീണ്ടും എവിടെയെങ്കിലും കണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ മണലി ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടായതാണെന്ന് നമ്മൾ വലിയ പ്രൗഡോട് കൂടിയിട്ട് പറയും അല്ലേ. അപ്പോൾ ഇതാ ഓരോ സെറ്റിനും ഇങ്ങനെ ഇതാ വൈറ്റ് ഇതൊക്കെ പിടിച്ച് കൊടിയൊക്കെ പാറിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ തുറന്ന ലോറിയിൽ ഉള്ള നൃത്തമായിരുന്നു കേട്ടോ. അതും സുന്ദരി കുട്ടിയും അതുപോലെ സുന്ദരന്മാരൊക്കെ നിന്നിട്ടാണ് ഈ ഡാൻസ് കളിക്കുന്നത്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഡാൻസ്. ഇടയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നും കേട്ടോ, ദൈവമേ നല്ല പൊക്കത്താണല്ലോ, ലോറിയുടെ മുകളിൽ നിന്നാണല്ലോ ഇവർ കളിക്കുന്നത്, ഇവർക്കൊന്നും പറ്റില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ. പിന്നെ മറ്റൊരു സെറ്റിലാണെങ്കിൽ ഇതാ കൈകൊട്ടിക്കളിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മണിയുടെ പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ സ്ത്രീ സാന്നിധ്യമൊക്കെയാണ് ഇപ്രാവശ്യത്തെ പരിപാടികളിൽ കാണുന്നത് കേട്ടോ. അപ്പം നമുക്കും ഒരു ഭയങ്കര സന്തോഷമൊക്കെ തോന്നാണ് കേട്ടോ. മുൻപാണെങ്കിൽ ഇപ്പോൾ കാണിക്കുമ്പോഴും പുരുഷന്മാരുടെ കളികളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് രാത്രി ടൈമിൽ ഉണ്ടാവുക. ഇപ്പോൾ അങ്ങനെയൊന്നല്ല, ഞങ്ങൾ സ്ത്രീകൾക്ക് ഒരു ഇടമൊക്കെ ഉണ്ടെന്ന് തോന്നാണ്. അപ്പോൾ മകരച്ചൊവ്വ മഹോത്സവത്തിന് എന്തായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഡാൻസ് ഉണ്ടായിരുന്നു, കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, ചെണ്ടമേള ഉണ്ടായിരുന്നു, ശിങ്കാരിമേള ഉണ്ടായിരുന്നു, നാദസ്വരം ഉണ്ടായിരുന്നു, ബാൻഡ് സെറ്റ്, ഡോള്, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലെ പരിപാടികളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം മണലി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം തന്നെയാണ് കേട്ടോ. കാരണം ഏതാണ് ഇഷ്ടം ഏതാണ് ഭംഗിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ണിറയെ കാഴ്ചകളാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ചുമ്മാ നിൽക്കണ്ട, നമുക്ക് തുള്ളിച്ചാടി കളിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിനൊന്നും നമുക്ക് അയ്യോ പേടിയാവും, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ വല്ലതും വരുമോ, അല്ലെങ്കിൽ ഇവിടെ വല്ല തല്ലുണ്ടാവോ കുത്തുണ്ടാവോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നല്ല സുരക്ഷിതത്വമാണ് ഇവിടുത്തെ ഓരോ സെറ്റിൻ്റെയും കമ്മിറ്റിക്കാർ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കൈയൊക്കെ പിടിച്ച് വളഞ്ഞൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് വരാത്ത രീതിയിലുള്ള കാര്യങ്ങളും എന്തെങ്കിലും ഒരു ചെറിയ കശപിശ പോലും ഇല്ലാതെ എല്ലാം അവർ സോൾവ് ചെയ്തുകൊണ്ട് അത്രത്തോളം അവരതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടത്തുന്ന ഒന്നാണ് കേട്ടോ മണലി ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര പരിപാടികളെല്ലാം. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിൽ ഗുരുതിയാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഓരോ സെറ്റും വന്നും കഴിഞ്ഞ് വീണ്ടും ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടാണ് ഈ ഉത്സവം സമാപിക്കുന്നത് കേട്ടോ. ഇതുവരെയും മണലി ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മകരച്ചൊവ്വ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.